ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന അറിയാലോ. 14-15 ദിവസത്തോളമായി സമരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ CPM ഏതാനും ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ച് നടത്തുന്ന സമരം എന്ന എളമരം കരീമിന്റെ പരിഹാസം. പൊമ്പിളൈ ഒരുമൈ സമരത്തിന്റെ തനിയാവർത്തനമെന്ന പാർട്ടി പത്രത്തിൽ ലേഖനം. അരാജക സംഘടനകൾ നടത്തുന്ന സമരമെന്നും എളമരം കരീം. എന്നാൽ സമരം കൂടുതൽ ജില്ലകളിലും വ്യാപിപ്പിക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. വലിയ പരിഹാസമാണ് ഈ ലേഖനത്തിലൂടെ തൊടുത്തുവിട്ടിരിക്കുന്നത്. കാരണം ഇവർ പലരുടെയും പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ സമരത്തിൽ വന്നത്. പലരുടെയും പ്രലോഭനങ്ങളിൽ വീണുകൊണ്ടാണെന്നാണ് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഈ SUCA പ്രവർത്തകയായ മിനി അടക്കമുള്ളവർ ഇതിൽ രംഗത്ത് മുന്നിൽ നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ആക്ഷേപം? ആശാവർക്കർമാരുടെ സമരം 15-ാം ദിവസമാണ്. ആ സമരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമായി വരികയാണ്. ഈ സമരത്തിന് കിട്ടുന്ന പിന്തുണയും വർദ്ധിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ CPM നേതാവ് എളമരം കരീമിന്റെ ഭാഗത്തു നിന്നുമുള്ള അതിരൂക്ഷമായ വിമർശനം സമരത്തിനെതിരെ ഉണ്ടാകുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ സമരത്തിന് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ട് എന്നുള്ള കാര്യം ഈ CPM ഇങ്ങനെ ആരോപിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി കടന്ന് പെമ്പിളി ഒരുമ സമരവുമായി താരതമ്യം ചെയ്ത് ചില അരാജക ശക്തികൾ നയിക്കുന്ന സമരം എന്നുള്ള നിലയ്ക്കാണ് ഈ സമരത്തെ ഇപ്പോൾ അവർ കാണുന്നത്. നിലവിലെന്തായാലും സമരസമിതി ഈ വിഷയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരരംഗത്തു നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ കോട്ടയം, അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സമരസമിതിയുടെ ഭാരവാഹികൾ തന്നെ ചേരുന്നുണ്ട്. ഇവർ കഴിഞ്ഞ 15 ദിവസവുമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. നിങ്ങളുടെ സമരം ഇങ്ങനെ 15-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ CPMന്റെ മുതിർന്ന നേതാക്കളുടെ ഒരാളെ എളമരം കരീം എന്ന ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സമരത്തിന് പിന്നിൽ ചില അരാജക ശക്തികളാണ്. പെമ്പിളി ഒരുമ സമരം പോലെയാണ് ഈ സമരം. ചില ആളുകളെ, വളരെ കുറച്ച് ആശമാരെ പ്രലോഭിപ്പിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എളമരം കരീം സാർ എന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. മറിച്ച് ഇത് ആരും ഞങ്ങളുടെ പിന്നിൽ നിന്നും ഞങ്ങൾക്ക് ആ രീതിയിലുള്ള, അദ്ദേഹം പറയുന്ന രീതിയിലുള്ള സഹായമൊന്നുമില്ല. ഞങ്ങളുടെ വേതനം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾ പണിയെടുക്കുന്നതിന് അതിന് സമാനമായ രീതിയിലുള്ള വേതനം കിട്ടണം. ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അവർ പിരിച്ചു വിടുമല്ലോ. പിരിച്ചു വിടുമ്പോൾ ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം കിട്ടണം, പെൻഷൻ കിട്ടണം. ഇന്ന് മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം കിട്ടണം. അതിനുവേണ്ടി സമരത്തിന് വന്നവരെ ഈ രീതിയിൽ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായിട്ട് നിന്നുകൊണ്ട് ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേറ്റം അപമാനകരമാണ്. നിങ്ങളുടെ ഈ സമരപ്പന്തലിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പോലും ഇല്ല. പക്ഷെ എന്നിട്ടും എന്താണ് അങ്ങനെ ഒരു ആരോപണം വരാൻ കാരണം പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. വ്യക്തിപരമായ രാഷ്ട്രീയമുള്ളവർ, ഓരോരുത്തർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസ് ഉണ്ട്, എന്തിന് CPMന്റെ ആൾക്കാർ വരെ നമുക്ക് സമരത്തിലുണ്ട്. പിന്നെ BJPയുടെ ആൾക്കാരുണ്ട്, SUCയുടെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതിന് കൊടിയില്ല. കൊടിയുടെ നിറം നോക്കാതാണ് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതവും ജാതിക്കും മതത്തിനും അതീതമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്. ആശമാർ ഓരോ വീടുകളിൽ ചെല്ലുന്ന ഇന്ന രാഷ്ട്രീയക്കാരാണെന്ന് നോക്കിയിട്ടല്ല. ഞങ്ങൾക്ക് അവിടെ ആതുര സേവനം എന്ന് പറഞ്ഞാൽ രോഗിയും ആശമാരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു ബന്ധമാണ്. ആരോഗ്യ മേഖലയെ അടിസ്ഥാന വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയൊരു ബന്ധമാണ്. അവിടെ രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങൾ പണിയെടുക്കുന്നത്. ഇതിപ്പോൾ 15-ാം ദിവസമാകുന്നു. പക്ഷേ ചർച്ചകളെന്നൊക്കെ പറഞ്ഞ് ചില ആശയവിനിമയം നടക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ഇനിയുള്ള ഒരു ആവശ്യം എന്താണ്? മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണമെന്നാണ്. മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ ഇടപെടണമായിരുന്നു. കാരണം കേരളത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു സമരമാണ്. നവോത്ഥാന കേരളം എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? ഇവിടെ സ്ത്രീകളെ കൈപിടിപ്പിച്ചുകൊണ്ട് ഒരു സമയത്ത് തെരുവിൽ നിർത്തി കേരളം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കേരളമാണ്, നവോത്ഥാന കേരളം എന്നാണ് പറഞ്ഞത്. ആ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഞങ്ങളിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തതെന്ന് നമുക്കറിയില്ല. അപ്പം മുഖ്യമന്ത്രി ഇടപെടണം. അത് എന്നേ ഇടപെടേണ്ട ഒരു ആവശ്യകതയാണ്.